ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയനോട് ശോഭ ഓഫീസിലേക്ക് പോവണ്ട, ഇനി മുതൽ ആ കമ്പനിയിൽ ജോലി ചെയ്യണ്ട, എന്നോട് ഇനി കൈലാഷ് എങ്ങനെയാണ് പെരുമാറുക എന്നൊന്നും പറയാൻ കഴിയില്ല, അതുകൊണ്ട് അമ്മ പറയുന്നത് അനുസരിക്കണം എന്ന് പറയുമ്പോൾ പ്രിയം പറയാണ്, അമ്മേ, പാർവതി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ കാരണം പാർവതിക്കാണ് ഇപ്പോൾ ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെയും പാർവതിയുടെയും നിരപരാധിത്വം തെളിയിക്കാൻ ഞങ്ങളോട് ഈ ചതി ആരാണ് ചെയ്തത് എന്ന് കണ്ടുപിടിക്കാൻ കമ്പനിയിലേക്ക് പോയേ മതിയാവൂ എന്നും പറഞ്ഞ് പ്രിയൻ അങ്ങ് പോവുകയാണ്. അപ്പോൾ ശോഭ തടയാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ദർശനയും പറയാണ്, ചേട്ടൻ പറയുന്നതിന് കാര്യമുണ്ട് എന്ന് പറഞ്ഞ് പ്രിയൻ്റെ ഒപ്പം ദർശനയും നിൽക്കുകയാണ്. അങ്ങനെ പ്രിയൻ കമ്പനിയിലേക്ക് പോവാണ്. അതുപോലെ പാർവതിയും കമ്പനിയിലേക്ക് പോവാണ്. മിക പാർവതിയോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ട് നീ ഒരു മടിയും കൂടാതെ കമ്പനിയിലേക്ക് പോയി നിന്റെ നിരപരാധിത്വം തെളിയിക്കണം. എല്ലാവർക്കും മുന്നിൽ നീ തെളിയിച്ച് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഭൂമികയും പാർവതിയെ ഉപദേശിക്കുകയാണ്. അങ്ങനെയാണ് പാർവതിയും കമ്പനിയിലേക്ക് പോകുന്നത്. ഈ സമയം കമ്പനിയിൽ എല്ലാ സ്റ്റാഫുകളും എത്തിയ ശേഷം നിഷയും ഉഷയും റോജയൊക്കെ പാർവതിയെയും പ്രിയനെയും തെറ്റായ രീതിയിലുള്ള സംസാരമാണ് സംസാരിക്കുന്നത്. അത് കേട്ടും കൊണ്ടാണ് മോഹനൻ അവിടേക്ക് വരുന്നത്. എന്നിട്ട് മോഹനൻ അവരോടും ദേഷ്യപ്പെടുകയാണ്. നിങ്ങൾ എന്താ ഇതുവരെയും പ്രിയനെയും പാർവതിയെയും കാണാത്തതുപോലെയാണല്ലോ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാവുന്നതല്ലേ പ്രിയനെക്കുറിച്ചും പാർവതിയെക്കുറിച്ചും. ഉഷ ചേച്ചിയെയും നിഷ ചേച്ചിയെയും ഇതുവരെയും അവർ ചേച്ചി എന്നല്ലാതെ വിളിച്ചിട്ടുണ്ടോ? റോജ, നിനക്ക് എന്ത് സഹായത്തിനും നിന്നോടൊപ്പം പാർവതിയും പ്രിയനും നിൽക്കാറുണ്ടല്ലോ. എന്നിട്ടിപ്പോൾ നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇനി മേലിൽ കമ്പനിയിൽ വെച്ച് ഇങ്ങനെയുള്ള ഒരു സംസാരം നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായാൽ പിന്നെ ഈ മോഹനൻ്റെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ അറിയും എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ടാണ് അവരോട് ജോലിയിൽ കയറാൻ വേണ്ടി പറയുന്നത്. സൗസവും ജയന്തിയും ഒക്കെ ചോദിക്കുകയാണ്, എന്താണ് ഉണ്ടായത്, എങ്ങനെയാണ് അവരേനെ ഗോഡൗണിൽ വെച്ച് പൂട്ടിയത്, ആരാണ് ഇത് ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആരോ അവർക്കിട്ട് ഒരു പണി കൊടുത്തതാണ്, അത് ഉറപ്പാണ്. പക്ഷേ പ്രിയൻ അത് ആരാണെങ്കിലും കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. പാർവതി പ്രിയനെ സഹായിക്കാൻ വേണ്ടിയാണ് ആ സമയത്ത് ഗോഡൗണിലേക്ക് പോയത്. അപ്പോഴാണ് പുറത്തു നിന്നും ആരോ വാതിൽ പൂട്ടിയിട്ടുള്ളത്. അത് ആരാണെങ്കിലും പ്രിയൻ കണ്ടുപിടിക്കും. അങ്ങനെ ഒരു ചതിയിലാണ് അവരെ പെടുത്തിയിട്ടുള്ളത്. ഇത് ആരോ മനഃപൂർവ്വം ചെയ്തത് തന്നെയാണ് എന്നൊക്കെ മോഹനൻ ജയന്തിയോടും സൗസവിനോടും പറയണം. അങ്ങനെ പാർവതി കമ്പനിയിലേക്ക് വരികയാണ്. എന്നിട്ട് സൈക്കിൾ അവിടെ നിർത്തിയ ശേഷം ആ ബുക്കിൽ ഒപ്പിടുകയാണ്. അപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ പറയാണ്, പാർവതി, നീ എന്നോട് ക്ഷമിക്കണം. നീ ഇവിടെ ഗോഡൗണിലുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു മോളെ. പിന്നെ നിന്റെ ധാവണിയിൽ തീ പിടിച്ചു എന്നൊക്കെ കേട്ടു. നിനക്കൊന്നും പറ്റാതിരുന്നത് ഈശ്വരാനുഗ്രഹം കൊണ്ടാണ്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ എൻ്റെ ഈ ജീവിതകാലം മുഴുവനും എനിക്ക് അതിനെ ഓർത്ത് കുറ്റബോധം തന്നെയായിരിക്കും. ഈശ്വരൻ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. നിന്റെ നിരപരാധിത്വം നിനക്ക് തെളിയിക്കാൻ കഴിയും. ഇവിടെയുള്ളവർ പലതും പറയും, പക്ഷേ മോളെ നീ അതൊന്നും ചെവി കോർക്കരുത്. നിന്നെയും പ്രിയനെയും എനിക്ക് നല്ലതുപോലെ അറിയാം. നീ എന്നോട് ക്ഷമിക്കണം പാർവതി എന്ന് പറയുമ്പോൾ, എന്തിനാണ് സെക്യൂരിറ്റി ചേട്ടൻ എന്നോട് ക്ഷമ ചോദിക്കുന്നത്? ഇതിപ്പോൾ ചേട്ടൻ്റെ കുഴപ്പമല്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പാർവതി കമ്പനിയുടെ പോകുന്നത്. അപ്പോഴാണ് ഞാൻ അവിടേക്ക് വരുന്നത്. അങ്ങനെ പ്രിയൻ ബൈക്ക് നിർത്തിയ ശേഷം സെക്യൂരിറ്റി ചേട്ടൻ്റെ അവിടെ ചെന്ന് ബുക്കിൽ ഒപ്പിടുകയാണ് കേട്ടോ. എന്നിട്ട് അയാൾ പറയണം, പ്രിയ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ആര് തന്നെ എന്ത് പറഞ്ഞാലും നീ അതൊന്നും ചെവി കൊടുക്കരുത്. എനിക്കറിയാം നിന്നെയും പാർവതിയെയും കുറിച്ച്. നിങ്ങളെക്കുറിച്ച് ആര് തെറ്റായത് പറഞ്ഞാലും ഞങ്ങളതൊന്നും വിശ്വസിക്കില്ല. നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് പ്രിയനോട് സംസാരിക്കുമ്പോൾ പ്രിയനൊന്നും മിണ്ടാതെ പുഞ്ചിരിച്ചുകൊണ്ടാണ് കമ്പനിയിലേക്ക് കയറി പോകുന്നത്. അപ്പോഴാണ് പാർവതിയെ അവിടെ വെച്ച് കാണുന്നത്. അപ്പോൾ പാർവതിയെ കണ്ടപ്പോൾ പ്രിയനും ഒന്നും മിണ്ടുന്നില്ല, പാർവതിയും പ്രിയനോട് തിരിച്ചു ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അങ്ങനെ പാർവതി അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ പ്രിയൻ അപ്പുറത്തെ ഭാഗത്തൂടെ അങ്ങ് പോവുകയാണ്. അപ്പോൾ പാർവതിക്ക് അത് വിഷമാവുകയാണ്. പ്രിയൻ ചേട്ടന് നല്ല വിഷമായിട്ടുണ്ട്, അതുകൊണ്ടാണ് എന്നോടൊന്നും മിണ്ടാതെ പ്രിയൻ ചേട്ടൻ പോയത് എന്നൊക്കെ പാർവതി മനസ്സിൽ ചിന്തിക്കുകയാണ്. അങ്ങനെ കരുണാകരൻ എല്ലാ സ്റ്റാഫുകളോടും വരാൻ പറയാണ്. അങ്ങനെ എല്ലാ സ്റ്റാഫുകളും സെക്യൂരിറ്റിയും അങ്ങനെ എല്ലാവരും വരികയാണ് കേട്ടോ. അപ്പോഴാണ് അവിടേക്ക് കൈലാഷും മുക്തയും അരവിന്ദനും കൂടി വരുന്നത്. എന്നിട്ട് കരുണാകരൻ അങ്ങ് കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് പാർവതിയെയും പ്രിയനെയും. എന്നിട്ട് കരുണാകരൻ കൈലാഷിനോട് പറയാണ്, കൈലാഷ് സാർ ചെയ്ത തെറ്റെന്താണെന്നോ, ഇവരെ രണ്ടുപേരെയും നല്ലവരാണെന്നും കരുതിയിട്ട് തലയിൽ കയറ്റി വെച്ചു. അതുകൊണ്ടാണ് ഇവരിപ്പോൾ ഇങ്ങനെ ഒരു തിരിച്ചടി കൈലാഷ് സാറിന് തന്നിട്ടുള്ളത്. ഇവർ രണ്ടുപേരും കൂടി നല്ലതുപോലെ പ്ലാൻ ചെയ്തിട്ടാണ് കൈലാഷ് സാർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇവർ രണ്ടുപേരും ഒപ്പിടുകയും ചെയ്തു. അത് കഴിഞ്ഞ് അവരുടെ സൈക്കിളും ബൈക്കും ഒക്കെ മാറ്റിവെച്ച ശേഷമാണ് ആരും കാണാതെ നമ്മുടെ കമ്പനിയിലേക്ക് വീണ്ടും തിരിച്ചു കയറി ഗോഡൗണിനകത്ത് കയറിയിരിക്കുന്നത്. ഇവർ രണ്ടുപേരെയും ഇനി ഈ കമ്പനിയിൽ വെച്ച് വാഴിക്കരുത്. ഇവരെ രണ്ടുപേരെയും ഈ കമ്പനിയിൽ നിന്ന്
പുറത്താക്കണം. അപ്പോഴൊക്കെ കരുണാകരൻ പറയുന്നതൊക്കെ ഇങ്ങനെ മിണ്ടാതെ കൈലാഷ് കേട്ടോണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് കരുണാകരൻ പറയണ, ഞാൻ പോകുന്നതിൻ്റെ മുന്നേ തന്നെ ഇവർ രണ്ടുപേരും പോയി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ആ ബുക്കിൽ അവർ ഒപ്പിട്ട് പോയത്. അപ്പോൾ ഇവൻ തന്നെ ആയിരിക്കും പാർവതിയുടെ ഒപ്പും ഇട്ടിട്ടുണ്ടാവുക. ഞാൻ ഇതൊക്കെ വിശ്വസിച്ച് ഞാൻ ഇവനെ വെറുതെ സ്റ്റോക്ക് എണ്ണാൻ വേണ്ടി പറയുകയും ചെയ്തു. ഇവൻ്റെ മുന്നിൽ ഞാനാണ് ഇപ്പോൾ മണ്ടനായത്. ഇവനോട് ഞാൻ ആ ജോലി പറഞ്ഞപ്പോൾ ഇവൻ അത് കണ്ണും പൂട്ടി ഏറ്റെടുക്കുകയും ചെയ്തു. എന്നിട്ട് എന്നെ പറ്റിച്ചുകൊണ്ട് വീണ്ടും ഇവൻ ഇതിനകത്തേക്ക് തന്നെ കയറുകയും ചെയ്തു. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവരെ രണ്ടുപേരെയും ഇനി ഈ കമ്പനിയിൽ വെച്ച് വാഴിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന സമയത്ത് പാർവതിക്കും പ്രിയനും തിരിച്ചൊന്നും പറയാനാവാതെ കരുണാകരൻ ഇങ്ങനെ വായ തോരാതെ അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ അവർ തന്നെ അങ്ങ് ഞെട്ടി നിൽക്കുകയാണ്. മോഹനൻ പറയണേ, എന്താണ് കരുണാകരൻ സാർ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തതുപോലെയാണല്ലോ സംസാരിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ ഈ പറയുന്നത് കേൾക്കുമ്പോൾ പാർവതിയും പ്രിയനും പ്ലാൻ ചെയ്തിട്ടാണ് ഗോഡൗണിലേക്ക് പോയതെങ്കിൽ പിന്നെ പിറ്റേ ദിവസം വരുന്ന സമയത്ത് കമ്പനിയിലെ എല്ലാ സ്റ്റാഫുകളും അവരെ കാണില്ലേ? അത് പറഞ്ഞപ്പോൾ കരുണാകരൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എന്നിട്ട് മോഹനൻ പറയണേ, കൈലാഷ് സാർ എന്താണ് ഉണ്ടായത് എന്നുള്ളത് ഞാൻ പറയാം സാർ. ഇവർ രണ്ടുപേരും ഗോഡൗണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവരുടെ കതക് അടയുകയാണ് ചെയ്തത്. അത് കാറ്റാണെന്ന് കരുതിയാണ് അവരാദ്യമൊന്നും അത് ശ്രദ്ധിക്കാതെ ഇരുന്നത്. പണി കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരമാണ് അവർ കതക് തുറക്കാൻ നോക്കുമ്പോൾ ആരോ പുറത്തു നിന്നും പൂട്ടിയത് അവർക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ അവിടെ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പുറത്ത് കടക്കാൻ വേണ്ടി അവരെ കൊണ്ട് കഴിയുന്നത് പോലെ അവരോരോന്ന് ചെയ്തിട്ടും അവർക്ക് അതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. കുറെ നേരം കഴിഞ്ഞപ്പോഴാണ് അവരുടെ കറണ്ട് കട്ടായി പോയത്. അപ്പോഴാണ് അവരത് മെഴുകുതിരി കത്തിച്ചു വെച്ചത്. ഉറങ്ങിക്കിടക്കുന്ന പാർവതിയുടെ ധാവണിയിൽ തീ പിടിക്കുകയാണ് പിന്നെ ഉണ്ടായത്. അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയും ഈ കമ്പനി ഒന്നിച്ച് കത്താതിരിക്കാൻ വേണ്ടിയും പാർവതിക്കും പ്രിയനും അപകടം വരാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ആ ധാവണി അവർ ഊരി മാറ്റിയത്. അതിൻ്റെ ശേഷം പാർവതിയുടെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയൻ്റെ ഷർട്ട് ഊരി കൊടുത്തത്. അതിൻ്റെ ശേഷമാണ് അവർ രണ്ടുപേരും ഉറങ്ങിയത്. ആ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് നിങ്ങൾ ഗോഡൗണിലേക്ക് ചെല്ലുന്നതും അവർ ഉറങ്ങിക്കിടക്കുന്നത് കാണുന്നതും. ഇതാണ് സാർ ഉണ്ടായത്. അത് കേട്ടപ്പോൾ വീണ്ടും കരുണാകരൻ പറയാണ്, ഇവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത്. നീ പറയുന്നതൊക്കെ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ ഞങ്ങളാരും മണ്ടന്മാരൊന്നല്ല. നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പ്രിയനുണ്ടല്ലോ, അവൻ ആളൊരു ബിരുദം തന്നെയാണ്. കാരണം ഗോഡൗണിൻ്റെ കതക് പുറത്തു നിന്ന് പൂട്ടി എന്ന് പറഞ്ഞാലല്ലേ പാർവതിക്ക് 9 മണിക്കുള്ളിൽ ഹോസ്റ്റലിൽ എത്തണം എന്നുള്ളത് അവനറിയാം. അപ്പോൾ പിന്നെ ഗോഡൗണിൻ്റെ കതകിൽ പുറത്ത് ആരോ നിന്ന് പൂട്ടി എന്ന് പറഞ്ഞാൽ അതെല്ലാവരും വിശ്വസിക്കുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പരത്തുന്നത്. അങ്ങനെ കരുണാകരൻ വല്ലാതെ പ്രിയനെയും പാർവതിയെയും മോശമായിട്ട് തന്നെ സംസാരിക്കുകയാണ്. അതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്ന കൈലാഷിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. പ്രിയനാണെങ്കിലോ കരുണാകരനെ അടിക്കാനുള്ള ദേഷ്യമാണ് വരുന്നത്. അങ്ങനെ കരുണാകരൻ പറയണേ, ഇതുവരെയും ഇവളുടെ പുറകെ നടക്കാൻ ആ നന്ദൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ നന്ദൻ പോയപ്പോൾ ഇവൾ കളം മാറ്റി ചോട്ടി പ്രിയൻ്റെ അടുത്ത് അടുപ്പം കൂടാൻ ചെന്നിരിക്കുകയാണ്. ഇവൾക്ക് എപ്പോഴും ഒരു ആണി പുറകെ നടക്കണം എന്ന് പറഞ്ഞ് പാർവതിയെ മോശമാക്കി സംസാരിക്കുകയാണ്. അപ്പോൾ മുക്ത ചോദിക്കുകയാണ്, അല്ല കരുണാകരൻ സാർ, നിങ്ങളിപ്പോൾ എന്താണ് പറഞ്ഞു വരുന്നത്? ഇവരിപ്പോൾ ഈ ചെയ്ത തെറ്റിന് എന്ത് വേണമെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്? അത് കേട്ടപ്പോൾ അരവിന്ദൻ പറയണേ, അല്ല രഘു ഈ കമ്പനിയിൽ നിൽക്കുമ്പോൾ ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടല്ലേ രഘുവിനെ ഈ കമ്പനിയിൽ നിന്നും പുറത്താക്കിയത്? അതുപോലെ തന്നെ പാർവതിയെയും പ്രിയനെയും തെറ്റ് ചെയ്ത സ്ഥിതിക്ക് ഈ കമ്പനിയിൽ നിന്നും പുറത്താക്കണം. അത് കേട്ടപ്പോൾ മുക്തയും കരുണാകരനും അരവിന്ദനൊക്കെ ഇങ്ങനെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. ഞങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ള ഭാവത്തിൽ ട്ടോ. അപ്പോഴൊക്കെ കൈലാഷ് മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ ജയന്തി ചോദിക്കുകയാണ്, അല്ല പ്രിയ, പാർവതി, നിങ്ങൾ രണ്ടുപേരും എന്താ മിണ്ടാതെ നിൽക്കുന്നത്? നിങ്ങളെക്കുറിച്ചാണ് ഇവർ ഈ പറയുന്ന ഇല്ലാത്ത കാര്യങ്ങളാണ് നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഇവർ നോക്കുന്നത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് എന്താ ഒന്നും മിണ്ടാതെ പ്രതികരിക്കാതെ നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പാർവതി പറയണം, ജയന്തി ചേച്ചി, ഞങ്ങൾ എന്ത് പറയാനാണ്? എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച് ഉറപ്പിച്ച് പറയുന്ന ഇവരുടെ മുന്നിൽ ഞങ്ങൾ എന്ത് പറഞ്ഞിട്ട് കാര്യമാണുള്ളത്? എന്നിട്ട് പാർവതി കരഞ്ഞുകൊണ്ട് പറയണേ, ഞാൻ ഒരുപാട് ആഗ്രഹത്തോടു കൂടിയാണ് ഈ കമ്പനിയിലേക്ക് വന്നത്. എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കമ്പനിയിലേക്ക് ജോലിക്ക് വന്നത്. പക്ഷെ ഇവിടേക്ക് വന്ന മുതൽ ഞാൻ എന്തെല്ലാമാണ് അനുഭവിക്കുന്നത്. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാനിപ്പോൾ ഈ അനുഭവിക്കുന്ന ഈ അപമാനം ഒരു പെണ്ണിനും ഇനി ഉണ്ടാവാൻ പാടില്ല. ഇനി ഞാൻ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നതിൽ ഒരു അർത്ഥവുമില്ല. അതുകൊണ്ട് ഞാൻ ഇനി ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നില്ല. ഞാൻ ഇവിടെ നിന്ന് പോവാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞതോടുകൂടി കൈലാഷ് അങ്ങ് ഞെട്ടിപ്പോവാണ്. അത് കേൾക്കുന്ന മുക്തയും അരവിന്ദനും
കരുണാകരനും ഒരുപാട് സന്തോഷിക്കുകയാണ്. എന്നിട്ട് പാർവതി പറയണ എനിക്ക് ഒരു കാര്യമാണ് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. പ്രിയൻ ചേട്ടനെ നിങ്ങൾ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. പ്രിയൻ ചേട്ടൻ്റെ മേൽ ഇല്ലാത്ത കുറ്റങ്ങൾ നിങ്ങൾ വെറുതെ പറഞ്ഞു പരത്തരുത്. പ്രിയൻ ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്ക് അത്രമാത്രമാണ് നിങ്ങളോട് പറയാനുള്ളൂ. അത് കേട്ടപ്പോൾ പ്രിയൻ പറയണ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മേൽ നിങ്ങൾ ഇങ്ങനെ ആരോപണം പറയുന്നത് കേട്ട് എനിക്ക് ഇനി ഈ കമ്പനിയിൽ തുടർന്ന് ജോലി ചെയ്യാൻ താല്പര്യമില്ല. ഞാനും ഈ കമ്പനി വിട്ടു പോവാൻ തീരുമാനിക്കുന്നു. അത് കേട്ടപ്പോൾ കരുണാകരൻ പറയണ അത് ശരി, ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത സ്ഥിതിക്ക് ഇനി സാർ എന്താണ് നോക്കി നിൽക്കുന്നത്? ഇവരെ രണ്ടുപേരെയും കഴുത്തിന് പിടിച്ച് പുറത്താക്ക് സാർ. ഇവർ രണ്ടുപേരും തെറ്റു ചെയ്തു എന്നുള്ളതിന് തെളിവാണ് ഇവർ രണ്ടുപേരും കൂടി ഇപ്പോൾ ഇവിടെ നിന്ന് പോവാമെന്ന് തീരുമാനിക്കുന്നത് തന്നെ. അത് കേട്ടപ്പോൾ കൈലാഷ് പറയണ തീർച്ചയായും അതെ, ഇവരെ പുറത്തു വിടണം. അത് ആരാണ് തെറ്റ് ചെയ്ത് വെച്ചാൽ അവരെയാണ് പുറത്തു വിടേണ്ടത്, അല്ലാതെ പാർവതിയെയും പ്രിയനെയുമല്ല. ഇത് തെറ്റ് ചെയ്തത് ആരാണെങ്കിലും അവരെയാണ് ഇവിടെ നിന്നും അടിച്ചു പുറത്താക്കേണ്ടത്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഇവിടേക്ക് വരാൻ വേണ്ടി പറഞ്ഞത് ഒരു മീറ്റിംഗ് പോലെ സംസാരിക്കാമെന്ന് പറഞ്ഞത് പ്രിയന്റെയും പാർവതിയുടെയും നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. കേട്ടപ്പോൾ പ്രിയനും പാർവതി അങ്ങ് ഞെട്ടിപ്പോവുക. കൈലാഷ് പ്രിയനെയും പാർവതിയെയും വിശ്വാസം മൂലം തന്നെയാണ് സംസാരിക്കുന്നത് എന്ന് കേട്ടപ്പോൾ കരുണാകരനും മുക്തയും അരവിന്ദനൊക്കെ ആകെ ഞെട്ടലോടുകൂടി നിൽക്കണം. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഞങ്ങൾ ചെയ്തിട്ടും ഇപ്പോഴും കൈലാഷിന് പ്രിയനെയും പാർവതിയെയും വിശ്വാസമാണല്ലോ എന്നുള്ള ഭാവത്തിലാണ് അവർ നിൽക്കുന്നത്. ഇതിന്റെ ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം. ഇതുപോലുള്ള റിവ്യൂസ് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.